ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 25. ലഭന്തേ ബ്രഹ്മനിർവാണം ഋഷയക്ഷീണകൽമഷാഃ ചിന്നദ്വൈധായധാത്മാന സർവഭൂതഹിതേരതാഃ. പാപവാസനകളെല്ലാം ക്ഷയിച്ചവരും ദ്വന്ദ്വഭാവങ്ങളെ ഛേദിച്ചവരും അന്ധക്കരണത്തെ നിയമിച്ചവരും സർവഭൂതങ്ങളുടെയും ഹിതത്തിൽ തൽപരരുമായ ഋഷിമാർ ബ്രഹ്മനിർവാണത്തെ നേടുന്നു. ഇവിടെ ബ്രഹ്മനിർവാണം, അതായത് മോക്ഷം, മനുഷ്യജന്മ ലക്ഷ്യം മോക്ഷത്തിൽ കുറഞ്ഞ ഒന്നുമല്ലെന്ന് നമ്മൾ ചിന്തിച്ചു. ആ മോക്ഷപ്രാപ്തിക്കായിക്കൊണ്ട് പ്രയത്നിക്കുന്നവർ എല്ലാവരും സന്യാസിമാരായിരുന്നില്ല, അല്ലാത്തവരും ഉണ്ടായിരുന്നു. തീർത്തും ശമദമങ്ങളാകുന്ന തപസ്സനുഷ്ഠിച്ച് സാത്വിക വൃത്തിയിലൂടെ ജീവിച്ച് ബ്രാഹ്മണ പദവിയെ പ്രാപിച്ചവർ അതിനുശേഷം ആത്മജ്ഞാനത്തിലൂടെ ഋഷി പദവിയിലെത്തിയവരുണ്ടായിരുന്നു. അവരെ ബ്രഹ്മർഷിമാർ എന്നാണ് പറയുക. അതേപോലെ തന്നെ തീർത്തും ക്ഷത്രിയ ഭാവത്തിൽ ക്ഷത്രിയോചിതമായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് രാജ്യഭരണം നിർവഹിച്ച രാജാക്കന്മാർ ആത്മജ്ഞാനികളായി അനന്തരം രാജർഷികളായി തീർന്നവരെ നമുക്ക് കാണാം. എല്ലാവരും സന്യാസിമാരായിരുന്നില്ല ഋഷിമാർ. അപ്പം ഋഷി എന്നുള്ള ശബ്ദത്തിന് സത്യസാക്ഷാത്കാരം നേടിയവർ എന്നാണ് അർത്ഥം. എങ്ങനെയാണ് ഈ സത്യസാക്ഷാത്കാരം നേടുന്നത്? അത് സാമ്പ്രദായികമായി ശിഷ്യ പ്രശിഷ്യ തച്ചിഷ്യ പരമ്പരയാ കൈമാറി വന്ന ഉപാസനാ മന്ത്രങ്ങളെ അതിതീഷ്ണമായ ഉപാസന സ്ഥൈര്യം കൊണ്ട് തപസ്സനുഷ്ഠിച്ച് ഏതൊരാൾക്കും സത്യസാക്ഷാത്കാരമാകുന്ന ബ്രഹ്മനിർവാണത്തിലേക്ക് അഥവാ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാം. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ആചാര്യസ്വാമികൾ അവരെ സന്യാസിമാർ എന്ന് സംബോധന ചെയ്യുന്നുണ്ട്. അതായത് സന്യാസവും ഋഷിയും രണ്ടല്ല, ലക്ഷ്യത്തിൽ അവർ ഏകമാണ്. രണ്ടു കൂട്ടരും സത്യസാക്ഷാത്കാരം നേടിയവരാണെന്ന് സാരം. സത്യസാക്ഷാത്കാരം നേടിയവർ അനിത്യ പദാർത്ഥങ്ങളിലുള്ള എൻ്റെ ഞാൻ എന്നുള്ള മമത്വാഭിമാനം തീർത്തും ഒഴിഞ്ഞവരായിരിക്കും. ആ അടിസ്ഥാനത്തിലാണ് അവർ സത്യദ്രഷ്ടാക്കൾ എന്ന് പറഞ്ഞത്. അല്ലാതെ അവർ കാഷായമുടുത്തോ തലമുണ്ടനം ചെയ്തോ സന്യാസിയുടെ ബാഹ്യ ചിഹ്നങ്ങളെല്ലാം അണിഞ്ഞുവോ എന്നുള്ളതല്ല ചോദ്യം. അത് അണിഞ്ഞതാലും അണിഞ്ഞില്ലെങ്കിലും അവർ പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ചവരാണെങ്കിൽ അവർ ഋഷിയാണ്. അതിന് ജ്ഞാനവൈരാഗ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഏഷണ ത്യാഗമാണ് അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ കാമ്യകർമ്മങ്ങളെയെല്ലാം ജ്ഞാനബലത്താൽ നീക്കിക്കഴിയുന്നയാൾ സന്യാസിയാണ്. സമ്യക് ദർശിയായ പരമാത്മ സത്യ സാക്ഷാത്കാരം നേടിയ അങ്ങനെയുള്ള ഒരാൾ ഋഷിയാണ് എന്നർത്ഥം. അപ്പോൾ ആരായിരിക്കും? കൽമഷങ്ങൾ ക്ഷയിച്ചവരാണ്. ക്ഷീണകൽമഷന്മാരെന്നാണ് അവരെ സംബോധന ചെയ്തത്. അന്ധക്കരണത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാപസംസ്കാരങ്ങൾ അതേതൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയവ. രാഗം, ദ്വേഷം, അസൂയ, ദമ്പം, ദർപ്പം, ഇതെല്ലാം അന്ധക്കരണത്തെ മാലിന്യ ലിപ്തമാക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ഒഴിഞ്ഞവരാണ് ഋഷിമാർ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ തോന്നിയോണം മറ്റു പലതിലേക്കും കയറൂരി വിട്ടതുകൊണ്ട് പരക്കം പാഞ്ഞ് അങ്ങനെയുള്ള സംസ്കാരങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മൾക്ക് ഈ മതമാത്സര്യാദി ദുഷ്കർമ്മങ്ങൾ വന്നു ചേർന്നത്. ആ ദുഷ്കർമ്മങ്ങളെ മുഴുവൻ, അതായത്
അന്ധകരണത്തിലെ പാപസംസ്കാരങ്ങളെ മുഴുവൻ അകറ്റിയവരാണവർ. തീർത്തും തപസ്സുകൊണ്ട് നിർമൂലനം ചെയ്തവരാണവർ. എൻ്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക്, ലോകത്തേക്ക് നോക്കിയാൽ മതി. സർവ്വദോഷങ്ങളും, സർവ്വ ദുഃഖങ്ങളും, സർവ്വ ക്ലേശങ്ങളും എല്ലാം മനുഷ്യനെ അധപ്പതനത്തിലേക്ക് ചെല്ലുന്നതിന് മുഴുവൻ കാരണമായിരിക്കുന്നത് ഈ വക കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാദികളെ കൊണ്ടാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ പാപസംസ്കാരങ്ങൾ എന്ന് പറഞ്ഞത്. അതില്ലാതാക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായതായി കണ്ട് അതിനായിക്കൊണ്ട് സാധന ചെയ്ത്, തപസ് ചെയ്ത്, ഇന്ദ്രിയങ്ങൾ പുറമേക്ക് പരക്കം പായുന്നതിനെ തടഞ്ഞുകൊണ്ട് നിരന്തരമായ ഈശ്വര ചിന്തയോടുകൂടി ആ മനോമാലിന്യങ്ങളെ മുഴുവൻ ജ്ഞാനവിചാരം കൊണ്ട് ഭസ്മീകരിക്കപ്പെട്ടവരാണ് ഈ ക്ഷീണപാപരായ ഋഷിമാർ എന്നർത്ഥം. എന്നിട്ട് അവരെ തന്നെ പറയുകയാണ് ചിന്നദ്വൈത എന്ന്. ചിന്നദ്വൈത എന്ന് പറഞ്ഞാൽ അവർക്ക് സംശയമേ ഇല്ല. സംശയം എന്നുള്ളത് ലോകത്ത് ഏറ്റവും മാരകമായ ഒരു രോഗമാണ്. ഭാര്യയിൽ സംശയം, ഭർത്താവിൽ സംശയം, കുട്ടിയിൽ സംശയം, അയൽവക്കക്കാരനിൽ സംശയം, തന്നിൽ തന്നെ സംശയം, അതോ ഇതോ എന്ന സംശയം, ഞാനോ നീയോ എന്ന സംശയം, അവനോ അവളോ എന്ന സംശയം. ഇങ്ങനെ സർവത്തിലും സംശയ ദൃഷ്ടിയോട് കുത്തവര് സംശയാത്മാ വിനശ്യതി. അങ്ങനെ സംശയം എന്ന ആ രോഗത്തെ തീർത്തും നിർമാർജനം ചെയ്തവരുമാണ് ഋഷിമാർ. അവർക്ക് ഒന്നിലും സംശയമില്ല. എന്തുകൊണ്ട്? ഇവിടെ അതോ ഇതോ, ഞാനോ നീയോ, അവനോ ഇവളോ എന്ന ഭേദമേ ഇല്ല. എല്ലാത്തിലും സത്യദൃഷ്ടി കൈവന്നവരാണ് അവർ. അതുകൊണ്ട് അവർ ആത്മദർശനത്താൽ എല്ലാറ്റിലും വിളങ്ങുന്ന ചൈതന്യം ഏകമാണെന്ന് അറിഞ്ഞതുകൊണ്ട്, രണ്ടില്ലാത്തത് കൊണ്ട് അവർ സകല ദ്വന്ദ്ങ്ങളും എന്ത് ചെയ്യുന്നു? ആ ദ്വന്ദ്ങ്ങൾക്കും ഉപരിയെത്തി ചിന്നദ്വൈതരാകുന്നു, സംശയമറ്റവരാകുന്നു. തുടർന്ന് അവരെ തന്നെ പറയാ, ആ യതികൾ, ആ സന്യാസിമാരെ അഥവാ ആ ഋഷിമാരെ പറയാണ് യഥാത്മാക്കൾ എന്ന്. ഇന്ദ്രിയങ്ങളെ എല്ലാം നല്ലതുപോലെ നിയന്ത്രിച്ചവർ എന്നാണ് അതിനർത്ഥം. ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിലേക്ക് ഓടുന്ന ക്രമത്തിലാണ് സാധാരണ സൃഷ്ടിയൊക്കെ ഉള്ളത്. അതിലേക്ക് തോന്നിയോണം അത് പോകുമ്പോൾ നമ്മുടെ സ്വന്തം സ്വരൂപം, അതായത് ആത്മസ്വരൂപത്തെ തീർത്തും അകന്ന് അതിൽ നിന്ന് മറയ്ക്കപ്പെട്ട് നമ്മൾ കഴിയുന്നു. അതുകൊണ്ട് വിജ്ഞാനികളാവട്ടെ, ആത്മജ്ഞാനികളാവട്ടെ, ഇന്ദ്രിയ മനസ്സുകളെല്ലാം തീർത്തും അവർക്ക് നിയമിതങ്ങളാണ്. സാധനാ കാലഘട്ടങ്ങളിലല്ല, സാധനാ കാലഘട്ടങ്ങളിൽ അവർ പരിശ്രമിച്ച് നിയമിതങ്ങളാക്കുന്നു. സിദ്ധസ്ഥിതിയിൽ, അതായത് ആത്മസാക്ഷാത്കാരത്തിൽ ആ സ്വാഭാവികമായ ഇതിലാണ് അവർ കഴിയുന്നത്. ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ടും നിയന്ത്രിതങ്ങളാണ്. ഇങ്ങനെയുള്ള മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ തീർത്തും നിയമിതങ്ങളാക്കിയിരിക്കുന്ന, അങ്ങനെ ഇന്ദ്രിയ അന്ധകരണങ്ങളുടെ പൂർണ്ണ നിയമനം സാധിച്ചവരാണ് യഥാത്മാക്കൾ എന്ന് വിശേഷിപ്പിച്ചത്. അവരെ സംബന്ധിച്ച് അവർ സർവ്വ ജീവജാലങ്ങളുടെയും ഹിതത്തിൽ അഭിരതരായവരാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നേ അവർക്ക് ചിന്തയുള്ളൂ. ഉത്കൃഷ്ടം, നികൃഷ്ടം എന്ന രണ്ട് ഭാവം അവർക്കില്ല. എല്ലാറ്റിലും അവർ നല്ലത് കാണുന്നു. പ്രപഞ്ചം അഖിലവും ഭഗവാന്റെ സ്വരൂപമാണെന്നും സർവ്വ ജീവജാലങ്ങളും അവിടുത്തെ ഭാവങ്ങളാണെന്നും അറിയുന്ന ആ ഋഷീശ്വരന്മാർ എല്ലാത്തിൻ്റെയും ശുഭത്തെ ആണ് എപ്പോഴും ഇച്ഛിക്കുന്നത്. അവരെ സമീപിക്കുന്ന എല്ലാവർക്കും അവർ അഭയം നൽകുന്നു, ശാന്തി നൽകുന്നു. ഇങ്ങനെയെല്ലാമുള്ള സമ്യക് ദർശികളാണ് ബ്രഹ്മനിർവാണത്തെ നേടുന്നത്, അല്ലാതെ അല്ല. ഇപ്പം ബ്രഹ്മനിർവാണം എന്നുള്ളത്, മോക്ഷം എന്നുള്ള പദവിയെ നേടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവരാ നേടുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലും അവരുടെ ജീവിതം തീർത്തും ലോകത്തിന് സമർപ്പിതമായിരിക്കും. അവരിൽ ശുദ്ധ സ്നേഹത്താൽ അവർ പ്രചോദിതരായിട്ട് സഹജീവികളുടെ നന്മയ്ക്കു വേണ്ടി അനവരതം പ്രവർത്തിക്കുന്ന ലോകസേവകരുണ്ടോ അവർക്ക് മാത്രമേ ഈ ബ്രഹ്മജ്ഞാനത്തിൽ
പരമമായ ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അവരെ സംബന്ധിച്ച് ആരും അന്യരല്ല. ഒരേ ഒരു പരമ്പൊരുളാണ് എല്ലാവരിലും കുടികൊള്ളുന്നതെന്നും അതറിയാത്തത് കൊണ്ടാണ് സർവ്വ മനുഷ്യരും സംസാര ദുഃഖത്തിൽ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നതെന്നും തീർത്തും അറിയുന്നവരാണ് ജ്ഞാനികൾ. അങ്ങനെ അറിയുന്നവർ ഒരിക്കലും തന്നെ മറ്റാരെയും ഭേദബുദ്ധിയോടുകൂടി കാണുകയില്ല. അവരെ എല്ലാവരെയും ഉദ്ധരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അതാണ് ആത്മാർത്ഥമായ പരിശ്രമം അവരിൽ നിന്നുണ്ടാവുന്നു. അത് ലോകത്തെ മുഴുവൻ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ്. ഈ ലോകസേവ എന്നുള്ളത് മഹാത്മാക്കൾ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അതൊരു കഠിനാധ്വാനമൊന്നുമല്ല, അത് അവരുടെ വിനോദമാണ്. എവിടെ കഷ്ടപ്പാട് കാണുന്നുവോ, എവിടെ വിഷമം കാണുന്നുവോ, അവിടെ സ്വാഭാവികമായും അവർക്കതൊരു വിനോദം എന്നോണം അവർ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അവരുടെ കേവലമായ ആ അനുഗ്രഹ ബുദ്ധി മാത്രം മതി അവരുടെ ആ ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാവാൻ. അതുകൊണ്ട് വിശ്രമവേളകളിൽ അവർ പരമാത്മജ്ഞാനത്തിൽ മുഴുകുകയും അല്ലാത്ത സമയത്ത് സമർപ്പിതമായിട്ട് ലോക ജനതയ്ക്ക് വേണ്ടി സർവഭൂതങ്ങൾക്കും വേണ്ടി തീർത്തും തന്നാലാവും വിധത്തിൽ സേവനം ചെയ്യുന്നു. അവിടെ സേവനം എന്ന് പറയുമ്പോൾ കുറേ ദ്രവ്യങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതല്ല. ആദ്യത്തെ ദാനം എന്നുള്ളത് മനസ്സുകൊണ്ട് നന്നായി വരട്ടെ, എല്ലാവരും സുഖമായിരിക്കട്ടെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള അവരുടെ ആ കറകളഞ്ഞ ആ ഭാവം തന്നെയാണ് ലോകത്തിന് ഉള്ള ഏറ്റവും വലിയ ദാനം. അതാണ് ആ ബ്രഹ്മനിർവാണത്തെ പ്രാപിച്ച മഹത് വ്യക്തിത്വങ്ങളുടെ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള സ്ഥിതിയെ വർണ്ണിച്ചതാണ് ഈ ശ്ലോകം.